എന്ത് ദുരിതപ്പെട്ടാണ് ഇവിടുന്ന് കൊണ്ട് ഞങ്ങൾക്ക് ഒരു വഴിനട പോലും കിട്ടുന്നില്ല. ഞങ്ങൾക്ക് വഴിനട പോലും ഏത് ആര് വന്നാലും, പഞ്ചായത്ത് വന്നാലും കൊള്ളാം, സർക്കാർ വന്നാലും കൊള്ളാം, കേന്ദ്രം വന്നാലും ഞങ്ങൾക്ക് വഴിയില്ല. അതുകൊണ്ട് ഇതിന് തീരുമാനം ഉണ്ടായിട്ട് ഇനി ഞങ്ങൾ വോട്ട് ചെയ്യുന്നുള്ളൂ. ഇത് മുനിസിപ്പാലിറ്റിയും പഞ്ചായത്തും ചേരുന്ന പാലമായി. ഇത് നാട്ടുകാരെ ഉണ്ടാക്കുന്നത്. അത് അപ്പുറത്തെ ഒരു പാലം കണ്ടില്ല, അത് മുനിസിപ്പാലിറ്റിയും പഞ്ചായത്തും ചേരുന്ന, അത് നാട്ടുകാരാണ് ഉണ്ടാക്കുന്നത്. ഇവിടെ ഗവൺമെന്റ് ഇല്ലേ, അല്ലെങ്കിൽ ഗവൺമെന്റ് ഭരണാധികാരികളെ അവരാരും ഒന്നും ചെയ്യുന്നില്ല. ഇനി വോട്ടിന് വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. നമ്മളിപ്പോൾ ഉള്ളത് കോട്ടയം കുറിച്ചി പാട്ടാശ്ശേരിയിലാണ്. ഇവിടുത്തെ നിവാസികളുടെ അവസ്ഥ വളരെ ദയനീയമാണ്. അവർക്ക് സഞ്ചരിക്കാൻ വഴികളോ വൈദ്യുതിയോ ഒന്നും തന്നെയില്ല. ഇത്തവണത്തെ വോട്ടിന് അവർ പങ്കെടുക്കില്ല എന്ന് തന്നെയാണ് പറയുന്നത്. വോട്ട് ചോദിച്ചു വരുന്നവരോടും അവർക്ക് ഇതേ ആവശ്യമാണ് പറയാനുള്ളത്. 54 വർഷമായി ഞാനിവിടെ വന്നിട്ട് അന്ന് തൊട്ട് കാണുന്ന ഒരു പ്രകൃതിയാണിത്. ഞങ്ങൾക്ക് വെള്ളമില്ല, വഴിയില്ല, എന്നും തോട്ടിപ്പോളാം. ഈ മറ്റുള്ള വഴികളിലൊക്കെ ഇഷ്ടം പോലെ വഴികൾ നന്നാക്കി കൊടുക്കുന്നുണ്ട്. ഞങ്ങളുടെ അവസ്ഥ കാണാൻ ഒരു മനുഷ്യരും ഇല്ല. എത്ര വെള്ളം ഈ 18-ലെ 19-ലെ വെള്ളം പൊങ്ങാൻ നമുക്ക് 18-ലെ വെള്ളം ഏറ്റവും വലിയ ദുരിതം പിടിച്ച ഞങ്ങളുടെ വീട്ടിൽ വെള്ളം കയറിയല്ലാത്ത വീട്. ആ വീട്ടിലും വെള്ളം കയറിയിട്ട് പിന്നെ കുളിമുറിയുടെ ഭിത്തി ഇടിഞ്ഞ് വീണ് എന്നെ ഇവിടുന്ന് കൊണ്ടുപോയ അവസ്ഥ ഇവരോടെല്ലാം ചോദിച്ചവർക്കറിയാം. എന്ത് ദുരിതപ്പെട്ടാണ് ഇവിടുന്ന് കൊണ്ട് ഞങ്ങൾക്ക് ഒരു വഴിനട പോലും കിട്ടുന്നില്ല. ഞങ്ങൾക്ക് വഴിനട പോലും ഏത് ആര് വന്നാലും, പഞ്ചായത്ത് വന്നാലും കൊള്ളാം, സർക്കാർ വന്നാലും കൊള്ളാം, കേന്ദ്രം വന്നാലും ഞങ്ങൾക്ക് വഴിയില്ല. ആരോട് പറഞ്ഞാലും ഞങ്ങൾക്ക് ഇപ്പം കൊണ്ടുതരാമെന്ന് പറയും. ഇപ്പം കൊണ്ടുവരുമെന്ന് പറഞ്ഞ് ഞങ്ങൾ നോക്കിയിരിക്കുക. ഞങ്ങൾക്ക് വെള്ളമില്ല, വഴിയില്ല. ഇതുപോലെ തോട്ടിൽ വെള്ളം കണ്ടോ, ഒന്നിനും ഞങ്ങൾക്ക് ഒരു പഞ്ചായത്ത് പോലും ഞങ്ങൾ തിരിഞ്ഞു നോക്കുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് പറയാനുള്ള ഇത്ര. ഞങ്ങൾക്ക് ഈ ഒരു വോട്ടിന് വേണ്ടി ഇപ്പം എല്ലാവരും വരുന്നുണ്ട്. ഈ വോട്ടിന് വേണ്ടിയാണ് ഞങ്ങൾക്ക് നല്ലതായിട്ട് അറിയാം. അങ്ങനെ തിരിഞ്ഞു നോക്കത്തില്ല, ആരും തിരിഞ്ഞു നോക്കത്തില്ല. എത്ര വലിയ മെമ്പർമാർ വന്നാലും ഞങ്ങളുടെ ഈ അവസ്ഥയൊന്നും ഈ അക്കരെ ഇക്കരെ അല്ല. ഞങ്ങൾക്ക് ഇത് മുനിസിപ്പാലിറ്റിയാണ്, ഇത് പഞ്ചായത്ത്, ഇത് കുറിച്ച് 1-ാം വാർഡാണ്. 1-ാം വാർഡിൽ മാത്രമേ ഈ ദുരിതമുള്ളൂ. ബാക്കി 20 വാർഡുണ്ട്. ആ 20 വാർഡിൽ നല്ല ഒന്നാം തരം വഴികളും എല്ലാം ഉണ്ട്. ഈ 1-ാം വാർഡ് മാത്രമേ ഈ രീതിയിൽ കിടക്കുന്നുള്ളൂ. അതുകൊണ്ട് ഇതിന് തീരുമാനം ഉണ്ടായിട്ട് ഇനി ഞങ്ങൾ വോട്ട് ചെയ്യുന്നുള്ളൂ. ഇന്നലെ ഒരു 3 മണിക്കൂർ പിടിച്ചിട്ടുണ്ട്. ഇവിടെ നമ്മുടെ ദർശൻ്റെ ഇക്കരയെന്ന് അക്കരയ്ക്ക് ഒരു വള്ളം ഒന്ന് അടുക്കാൻ ഞങ്ങളവിടെ രക്തസാക്ഷിയാണ്. ഞങ്ങൾ പുല്ല് എത്തിക്കൊണ്ടിരിക്കുക. ചെത്തിയപ്പോൾ ആ ആള് ഒറ്റ വരുത്തനുള്ളു. എൻ്റെ ഈ ഒരു വള്ളത്തിൽ തോറിന് നേരെ പടിഞ്ഞാറക്കര പിടിക്കാൻ 2-2.5 മണിക്കൂർ പിടിച്ചു. നെല്ലൊക്കെ കൊണ്ടുപോകാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും. നെല്ലൊക്കെ കൊണ്ടുപോകാൻ വലിയ പാടാണ്. ഇവിടെ മരുന്ന് അടിച്ചാണ്, കളനാശിനി അടിച്ചാ നെല്ല് കയറ്റി ഇറക്കുകയൊക്കെ ചെയ്തത്. ഇപ്പോഴും തിരുവായ്ക്കരയിലെ നെല്ല് കയറാൻ കിടക്കുക. പോള കാരണം ലിക്കരോട് കൊണ്ടുവരാ. അതെ, അങ്ങനെ നടന്ന് കളിക്കുക. എനിക്ക് കന്നുകാലിയുണ്ട്. ഇന്നലെ അവരോട് ശാലം പുല്ലെത്താൻ പോയിട്ട് ഞങ്ങൾ ഉച്ച കഴിഞ്ഞാൽ തിരിച്ച് വീട്ടിൽ വരുന്നത്. അല്ല, പോകാൻ നിവൃത്തിയില്ല. പോയില്ലെങ്കിൽ വേറൊന്നും കൊടുക്കാനുമില്ല. ഇല്ല. അതെ, ഇവിടെ ഉള്ള എത്ര ആമ്പിള്ളേരാ ഇവിടെ നിൽക്കുന്നറിയാം. ഒരു ഞങ്ങളുടെ ഈ വഴിയില്ല, പിന്നെ വഴിയില്ല, വെള്ളവും ഇല്ലാത്ത കാരണം ഒരു ആമ്പിള്ളേർക്കും പെണ്ണ് കിട്ടുന്നില്ല. വന്ന് കാണുന്നവരെല്ലാം വഴിയില്ല, വെള്ളമില്ലെന്നും പറഞ്ഞ് പോവുക. ഇതിന് വേണ്ടി ഇത് സത്യം ഉള്ള സത്യം. എത്ര പേരെ ഇവിടെ കെട്ടാൻ നിൽക്കുന്നറിയാവും. വന്ന് കാണുന്നവരെല്ലാം ഇതാ, വഴിയില്ല, വെള്ളമില്ല. ഈ രണ്ടല്ല മനുഷ്യന് ഏറ്റവും. പാലത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് പിന്നെ ഞങ്ങൾ നാട്ടുകാരുണ്ടാക്കിയ പാലമാണ്. ഇവിടുത്തെ ഗവൺമെന്റോ അല്ലെങ്കിൽ പഞ്ചായത്തോ മുനിസിപ്പാലിറ്റിയോ, ഇത് മുനിസിപ്പാലിറ്റിയും എത്ര വർഷമായി ഈ പാലം ഉണ്ടാക്കിട്ടോ? ഇത് ഒരു 10 വർഷമല്ലേ ആയിക്കാണും. അതിന് ആയുസ്സുകാലം എനിക്ക് 67 വയസ്സുണ്ട്. അതുവരെ ഇന്ന് വരെ ഗവൺമെന്റ് ഒരു പാലോ അല്ലെങ്കിൽ ഒരു തടിയോ ഇട്ട് തന്നിട്ടില്ല. നാട്ടുകാരായി ഇതെല്ലാം ആവശ്യങ്ങൾ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട്. എല്ലാരോടും പറയാം. ആരോടാ പറയാതെ? എല്ലാ ആൾക്കാർക്കും അറിയാം. നമ്മുടെ തിരുവഞ്ചൂർ ഇപ്പൊ MLA ആ പുള്ളിക്ക് വരെ പല കാര്യങ്ങളും ഇവിടെ ബന്ധപ്പെട്ട് നടത്തിയിട്ടുണ്ട്. അത് അന്നേരം രാഷ്ട്രീയം കളിക്കുക. ഇതെന്നാ നമുക്ക് വേണ്ടിയതാണല്ലോ എന്നും പറഞ്ഞ് ആരും ഒന്നിച്ച് നിൽക്കത്തില്ല. ഇപ്പത്തെ എലക്ഷൻ വരുന്നത് എല്ലാരും അത് മറന്ന് വോട്ട് ചെയ്യും. വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വിഷയമില്ലല്ലോ. നമ്മൾ അധികാരത്തിൽ കയറിയാൽ പിന്നെ നമുക്ക് വിഷയമില്ലല്ലോ. അവർക്ക് അവരുടെ കാര്യം, നമുക്ക് നമ്മുടെ കാര്യം. നമ്മൾ പഴയ പോലെ നീന്തി നടക്കുക.
ഇത് മുനിസിപ്പാലിറ്റിയും പഞ്ചായത്തും ചേരുന്ന പാലമായി. ഇത് നാട്ടുകാരാ ഉണ്ടാക്കുന്നത്. അത് അപ്പുറത്തെ ഒരു പാലം കണ്ടില്ല, അത് മുനിസിപ്പാലിറ്റിയും പഞ്ചായത്തും ചേരുന്ന, അതും നാട്ടുകാരാ ഉണ്ടാക്കുന്നത്. ഇവിടെ ഗവൺമെന്റ് ഇല്ലേ, അല്ലെങ്കിൽ ഗവൺമെന്റ് ഭരണാധികാരികള് അവരാരും ഒന്നും ചെയ്യുന്നില്ല. നമ്മള് നാട്ടുകാര് ആശുണ്ടാക്കി ഇത് വേണമെങ്കിൽ ചെയ്തോണം, നമുക്ക് നടക്കണ്ടേ. ഇത്തവണ വോട്ട് ചോദിച്ചു വരുമ്പോ നമ്മൾ എന്താണ് അവരോട് പറയുന്നത്? ഞങ്ങള് ഒക്കെ പറയാനുള്ളത് ഇതാ, വോട്ട് ആർക്കും ചെയ്യുന്നില്ല. ചെയ്തിട്ട് വലിയ വിചാരമൊന്നും ഇല്ല ഇവിടെ. എന്റെ തീരുമാനം അതാ. ആർക്കും ചെയ്യില്ലെന്നുള്ള രീതിയിലാണ് ഞാൻ നിൽക്കുന്നത്. അത് കാരണം ആര് എതിലെ വന്നാലും നമ്മളിപ്പം ഒരു മൈൻഡും ഇല്ല. കാരണം അത് ചെയ്തിട്ട് കാര്യങ്ങളില്ല. നമ്മുടെ കാര്യങ്ങൾ ഈ 100-600 മീറ്ററേ ഉള്ളൂ ഈ പാട്ടാശ്ശേരി പാലക്കടവ് റോഡ് മുട്ടാൻ. അതുപോലും ഒരു നടപ്പാത പോലും ഉണ്ടാക്കി തരാൻ ആളില്ല. പിന്നെ നമ്മൾ എന്തിനാ? നമ്മളിപ്പോ ഒരു പെട്ടെന്ന് ഒരു ആംബുലൻസ് അല്ലെങ്കിൽ ഒരു അത്യാവശ്യം ഒന്നും നടക്കത്തില്ല. എടുത്തോണ്ട് വേണം പോയി. ഇത് നിങ്ങൾ തന്നെ കണ്ടില്ലേ, ഇത് ഒന്നാമത് 4 പേര് ഇത് വളഞ്ഞു പോകും. ഇത് നമ്മൾക്ക് താങ്ങാവുന്നതല്ലേ നമ്മൾ ഉണ്ടാക്കിയത്, നമുക്കൊന്ന് നടക്കാൻ വേണ്ടി. പക്ഷെ അത്യാവശ്യം ഉണ്ടായ ഇതൊന്നും നടക്കത്തില്ല. നമ്മളത് പിന്നെ വിഷമിച്ച കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. ഇവിടുന്ന് വരുന്ന റോഡിന്റെ നമ്മൾ ഒത്തിരി ഇങ്ങനെ കറങ്ങിയാ വരുന്നത്. ഇവിടെ നേരെ അങ്ങോട്ട് പിന്നെ ഒരു പാലം ഉണ്ടാക്കിയ അന്ന് ഉണ്ടാക്കി തരാന്ന് എന്നും പറയുന്ന അത് തന്നെ. അവിടെ ചിങ്ങവനത്ത് നിന്ന് വെട്ടത്തറ നിൽക്കുന്ന ഒരു റോഡ്, അത് നേരെ ഇക്കരോട്ടൊരു പാലം പണിത കാര്യങ്ങൾ തീരാനുള്ളതേ ഉള്ളൂ. വഴി ഉണ്ടാക്കണം, എളുപ്പമുണ്ട്. നേരെ ചിങ്ങവനം 1.5 കിലോമീറ്ററേ ഉള്ളൂ. ഇതെല്ലാം നമ്മുടെ കണ്ണെത്തും ദൂരത്ത്. MC റോഡ് പറ്റക്കിടക്കുന്ന ആൾക്കാർക്ക് വഴിയില്ല. അല്ലാത്ത കുഗ്രാമങ്ങളിലും അവിടെ ഇവിടെയും വഴിയും മാലും വെള്ളവും തോണിയും എല്ലാം ഉണ്ട്. നമുക്ക് മാത്രം ഒന്നുമില്ല. കാരണം ഇവരൊക്കെ എന്നേലും അല്ലെങ്കിൽ എന്നാ പറഞ്ഞാലും അവരൊക്കെ വോട്ടും ചെയ്യും, കാര്യങ്ങൾ നടത്തും എന്നൊരു വിശ്വാസം എല്ലാവർക്കും ഉണ്ട്. അതുകൊണ്ടാണ് ഇത് ഇവിടെ ഒന്നും നടക്കാത്തത്. ഞാൻ LICയുടെ ANC എടുത്ത് വർക്ക് ചെയ്യുന്ന ആളാണ്. ഇവിടെയുള്ള അക്കരെയുള്ള ആളുകളെയൊക്കെ ഞാൻ അതിനകത്ത് ഇൻഷുറൻസ് ചേർത്തിട്ടുള്ള ആളാണ്. അപ്പോൾ അവരുടെയൊക്കെ മിക്കവാറും പ്രീമിയം വാങ്ങിക്കാനും പിടിക്കാനും ഒക്കെ മിക്കവാറും ഇതിലേ വരാറുണ്ട്. വരുമ്പോഴെല്ലാം ഈ പാലത്തിൻ്റെ അവസ്ഥ വളരെ മോശമാണ്. നേരത്തെ വളരെ മോശമായിരുന്നു, അത് കഴിഞ്ഞ് ഒന്ന് നന്നാക്കിയതാണ്. അത് കഴിഞ്ഞ് ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്ന വാർത്തിട്ടിരിക്കുന്ന ആ കമ്പി ഉൾപ്പെടെ അത് പൊട്ടിയിരിക്കുകയാണ്. എപ്പോൾ വേണേലും താഴെ പോവാം. വളരെ അപകടകരമാണ്. കൊച്ചു പിള്ളേർ, കുട്ടികളെ ഇവിടുന്ന് ചിങ്ങവനത്ത് പോയി സാധനങ്ങൾ വാങ്ങിക്കാനുള്ള ആളുകളെ ഒക്കെ പടിഞ്ഞാറുള്ള ആളുകൾ മൊത്തം ആശ്രയിക്കുന്ന ഒരു പാലമാണിത്. അത് ഭംഗിയായി ചെയ്തു തരേണ്ടത് മുനിസിപ്പാലിറ്റി വാർഡ് മെമ്പർ അവരുൾപ്പെടെയുള്ള ആളുകളാണ് ചെയ്യേണ്ടത്. പല പ്രാവശ്യം നിവേദനങ്ങളും കാര്യങ്ങളും ഒക്കെ കൊടുത്തിട്ടും ഇതുവരെ അതിനെപ്പറ്റി ഒരു മാറ്റം ഉണ്ടാക്കാനായിട്ട് സാധിച്ചിട്ടില്ല. രാവിലെ പറഞ്ഞു, കൊച്ചു കുട്ടികൾ അമ്മമാരുമായിട്ട് പിള്ളേരെ കയറ്റിവിടാനും ഓട്ടോയ്ക്ക് കയറ്റിവിടാനും സ്കൂളിൽ വിടാനും ഒക്കെ ഇതിലെ ദിവസവും വരുന്നതാണ്. അത് വളരെ അപകടത്തിൽ നിൽക്കുകയാണ്. അത് പൊടിഞ്ഞു വീണെങ്കിൽ ആ കമ്പി ഉൾപ്പെടെ ദേഹത്ത് കുത്തിക്കയറാൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് അധികൃതരുടെ ഒരു പ്രത്യേക ശ്രദ്ധ ഉണ്ടാകണം എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ഇതിപ്പം ഒന്ന് നല്ലതാക്കി എടുത്തായിരുന്നെങ്കിൽ നമുക്കൊരു വഴിക്കാന്നേലും അതെ, അതിലെ വീതി കൂട്ടിയാണേലും ഒരു സ്ലോപ്പ്, ഒരു ഓട്ടോ കയറി പോകാനുള്ള സൗകര്യം അവിടെ ഉണ്ടാക്കി കൊടുത്താൽ അത്രയും ആ ഭാഗത്തുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം വളരെ നേട്ടമായിരിക്കും. അത് വഴിയാവും. അതിനോടൊപ്പം വഴിയും വരും. അത് തന്നെയല്ല, ഇപ്പോഴാണേലും വല്ല അസുഖം നെഞ്ചുവേദനയൊക്കെ വന്നു കഴിഞ്ഞാൽ ആളുകൾ അവിടുന്ന് ആളെ എടുത്തുകൊണ്ട് വേണം ഇവിടെ വരാനായിട്ട്. വള്ളത്തെ കൊണ്ടുവരാൻ നിവൃത്തിയില്ല. ഇതാ അവസ്ഥ. പോള നീങ്ങി കയറി കിടക്കുകയാണ്. അപ്പോൾ അത് പ്രത്യേക ഒരു ശ്രദ്ധ ഉണ്ടാകണം. അത് അധികാരികൾ അത് ശ്രദ്ധിക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. കോട്ടയം കുറിച്ചി പാട്ടാശ്ശേരി നിവാസികളുടെ പ്രതികരണമാണ് നമ്മൾ കേട്ടത്. ഇത് ഇവരുടെ മാത്രം അവസ്ഥയല്ല, ഇങ്ങനെയുള്ള അനേകം ആളുകളുടെ അവസ്ഥയാണ്. ഒരു വികസനവും ഇവർക്കരികിലേക്ക് എത്തുന്നില്ല. ഒരു അത്യാവശ്യത്തിന് ആശുപത്രിയിൽ പോകാൻ പോലുമുള്ള വഴിയോ സംവിധാനമോ ഈ ഒരു കാലത്തും ഈ നിവാസികൾക്ക് ലഭ്യമായിട്ടില്ല. ഈ കാഴ്ചകൾ എത്രയും പെട്ടെന്ന് അധികാരികളിൽ എത്തട്ടെ എന്നാണ് ഞങ്ങൾക്കും പറയാനുള്ളത്. കോട്ടയത്ത് നിന്ന് ടീം ജാഗ്രത.